സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എ സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് സെറ്റ് അപ്പ് ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ. ദാറ്റ് മീൻസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. മരണപ്പെട്ടവരെ ഒഴിവാക്കണം, 18 വയസ്സായി പൂർത്തിയാകുന്നവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ടു പ്രിപ്പയർ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ഇലക്ടറൽ റോൾസ് ആൻഡ് ടു രജിസ്റ്റർ ഓൾ എലിജിബിൾ വോട്ടേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശ്രമം ചെയ്യുകില്ലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകള നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ചതീശൻ. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് വളരുന്ന ഒരു കവിതാശകലം ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് പരിശ്രമത്തിലൂടെ നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നാണ് അതിൻ്റെ സാരാംശം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ആദ്യം മനസ്സിൽ സ്ഥാപിക്കുക. ആ ലക്ഷ്യത്തിനു വേണ്ടി നിരന്തര പരിശ്രമം നടത്തുക. ലക്ഷ്യത്തിലേക്കുള്ള നിതാന്തമായ പരിശ്രമമാണ് യഥാർത്ഥ വിശ്രമമെന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ, ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ധാരാളം നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ പെർമനൻ്റ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. പെർമനൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതായത് വളരെ സ്ഥിരമായി പ്രവർത്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോൾ സാധാരണ ചോദ്യപേപ്പറിലൊക്കെ വരാറുണ്ട്, എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് തരും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെ പലതും, വിമൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ ലിസ്റ്റ് തന്നിട്ട് അതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇപ്പം ഞാൻ പറഞ്ഞതിലാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മുടെ ബാക്കി പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും IT കമ്മീഷനും അതുപോലെ തന്നെ വിമൻസ് കമ്മീഷനും ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദി ബോഡി വിച്ച് ഹാസ് its name mentioned in the constitution and it derives power from the constitution. ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുള്ളതും ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ലഭ്യമാകുന്നതുമായ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ദി ബോഡീസ് ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം നിലവിൽ വരികയും ഭരണഘടനയിൽ അതിൻ്റെ പേര് പരാമർശിക്കുകയും ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ലഭ്യമാകുന്നതുമായ സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ദി കൺട്രി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ടു എൻഷുവർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ദി കൺട്രി. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രവും അതുപോലെ തന്നെ നീതിയുക്തവുമായ സത്യസന്ധവുമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കേണ്ടതായിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നടക്കണം. അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം നടക്കേണ്ടത്. ഫ്രീ ആയിട്ടാണ് ഇലക്ഷൻ നടക്കേണ്ടത്, ഫെയർ ആയിട്ടാണ് ഇലക്ഷൻ നടക്കേണ്ടത്. അതെല്ലാം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എൻഷുർ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാന പ്രവർത്തനം എന്താണെന്ന് ഒന്ന് നോക്കാം. പവർ ഓഫ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻ ടു ദി പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടക്റ്റഡ് ഇലക്ഷൻ ടു ലോക്സഭ, ഇലക്ഷൻ ടു രാജ്യസഭ, ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലെ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ട് ആൻഡ് സൂപ്പർവൈസ്, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ഇലക്ഷൻസ് ഓഫ് അല്ലെങ്കിൽ ഇലക്ഷൻസ് ടു ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഇലക്ഷൻ ടു ദി ബോത്ത് ദി ഹൗസസ് ഓഫ് പാർലമെന്റ്, ഇലക്ഷൻ ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അവിടെ അവസാനം പറഞ്ഞതാണ് നമുക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എന്താണ്? ഇലക്ഷൻ ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് കണ്ടക്റ്റഡ് ബൈ ഡാഷ് എന്ന് ചോദിച്ചിട്ട് പലരും അവിടെ ഉത്തരം എഴുതുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ്. ഒരിക്കലും അങ്ങനെ എഴുതരുത്. സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. എ സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് സെറ്റ് അപ്പ് ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു panchayat, municipalities and corporation. That means local self-government bodies. That separate election commission is called state election commission. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനല്ല സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത്. സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഫോംഡ് ഫോർ വാട്ട് പർപ്പസ്? ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ. അത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആർ കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് തന്നെ പറയണം. ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് കണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇലക്ഷൻസ് ടു ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇലക്ഷൻ ടു ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇലക്ഷൻ ടു രാജ്യസഭ, ഇലക്ഷൻ ടു ലോക്സഭ, ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഇത്രയും നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്നിട്ട് പറയുക ഇലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദി ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദി ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ബിക്കോസ് ദി ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആർ കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നോക്കൂ, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? 25 ഭാഗങ്ങളുള്ളതിൽ ശരിക്ക് 15ാം ഭാഗത്താണ്. പാർട്ട് 15 ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾസോ ആർട്ടിക്കിൾ 324 ടു 329, 324 മുതൽ 329 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആർട്ടിക്കിൾ 324 ടു 329. ഇതിലെ 2 ആർട്ടിക്കിളാണ് നിങ്ങൾ വ്യക്തമായി ഓർത്ത് വയ്ക്കേണ്ടത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 2 ആർട്ടിക്കിൾ ഞാൻ പറയാം. ഒന്ന് ആർട്ടിക്കിൾ 324, മറ്റൊന്ന് ആർട്ടിക്കിൾ 326. എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 324 പറയുന്നത്
superintendence, direction and control of election to be vested in an election commission of India എന്ന് പറഞ്ഞാൽ കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 324 there shall be an election commission of India. ഇന്ത്യക്കൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഫോംഡ് ഇൻ ഇന്ത്യ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ എന്നോ ചോദിച്ചാലും ഇത് പറഞ്ഞാൽ മതി. 324 ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു ഇൻഡിപെൻഡൻറ്റ് ചോദ്യം വന്നാൽ ആർട്ടിക്കിൾ 324 എന്ന് തന്നെ പറയുക. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ഈസ് ഫോംഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ 324 എന്ന് പറയുക. under which article അല്ലെങ്കിൽ which article states that there shall be an election commission of India എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 324 എന്ന് പറയുക. നോക്കൂ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 324 the election in India is conducted by election commission of India അല്ലെങ്കിൽ superintendent, direction and control of election to be vested in an election commission. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ ഇലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അടങ്ങുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്ന ആർട്ടിക്കിൾ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 326. എന്താണ് 326 പറയുന്നത്? ഇലക്ഷൻ ടു ദി ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്സ് ടു ബി ഓൺ ദി ബേസിസ് ഓഫ് അഡൽട്ട് സഫറേജ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ അഡൽട്ട് സഫറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രായപൂർത്തി വോട്ടവകാശം. ഇലക്ഷൻ ഇൻ ഇന്ത്യ ഷുഡ് ബി കണ്ടക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 326. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ്. അഡൽട്ട് സഫറേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശമാണ് തെരഞ്ഞെടുപ്പിന് മാനദണ്ഡമാക്കേണ്ടത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഇലക്ഷൻ ടു ദി ലോക്സഭ ആൻഡ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് മാത്രമല്ല, ഏത് നമുക്ക് പറയാം, ലോക്കൽ സെൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ സെൻറ്റൻസ് ഓർമ്മിച്ചാൽ മതി, ഇലക്ഷൻ ഇൻ ഇന്ത്യ ഷുഡ് ബി കണ്ടക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 326. 326 പറയുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അഡൽട്ട് ഫ്രാഞ്ചൈസ് അടിസ്ഥാനമാക്കിയായിരിക്കണം. പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ് ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകുന്ന ആർക്കും ഇന്ന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് വോട്ടിംഗ് പ്രായം 21 ആയിരുന്നു. 21 ഏജാണ്. അതായത് 21 വയസ്സായ ആളിന് മാത്രമേ വോട്ട് ചെയ്യാമായിരുന്നുള്ളൂ. അതിപ്പം മാറി. അപ്പോൾ അതാ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ അഡൽട്ട് ഫ്രാഞ്ചൈസ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 18 അല്ലേ? ആ 18 വയസ്സാകുമ്പോഴേ വോട്ട് ചെയ്യാൻ അവകാശം കിട്ടിയ ഒരു അമെൻമെൻറ്റ് ആക്ട് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും, വിച്ച് അമെൻമെൻറ്റ് ആക്ട് റിഡ്യൂസ്ഡ് വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years. 21 വയസ്സിൽ നിന്നും 18 വയസ്സായി ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം കുറച്ച ഒരു അമെൻമെൻറ്റ് ആക്ട് 61st അമെൻമെൻറ്റ് ആക്ട് 1988. 1988 എന്നോ 89 എന്ന് പറയുന്നതിലും തെറ്റില്ല. ഈ വരുന്നത് 88-ലാണ്. അത് നിയമമായി മാറുന്നത് 89-ലാണ്. അപ്പോൾ അതിനോടൊപ്പം പല ഈ 2 ഇയറുകളും പലപ്പോഴും ചേർത്ത് പറയാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഓർമ്മിച്ചാൽ മതി. 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1988 എന്താ പറയുന്നത്? 68 അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1988 ലോവേർഡ് ദി വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years. ലോക്സഭയിലേക്കോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ വേണ്ട ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ 21 വയസ്സ് മാത്രമായിരുന്നു നേരത്തെ മിനിമം പ്രായമെന്ന് പറയുന്നത്. അത് കുറച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ 18 വയസ്സായി മാറ്റി.
അപ്പോൾ അങ്ങനെ മാറ്റം വന്നത് ഒരു അമെൻമെൻറ്റ് ആക്റ്റിലൂടെയാണ്. ആ അമെൻമെൻറ്റ് ആക്ട് PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമെൻമെൻറ്റ് ആക്ട് റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ലോവേർഡ് ദി വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1988. മറക്കൂലല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ അവിടെ ചോദിക്കട്ടെ. ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്നത്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് 18 വയസ്സായ ആൾക്കാർക്ക് വോട്ട് നൽകിക്കൊണ്ട് അദ്ദേഹം ഈ അമെൻമെൻറ്റിന് ശരിക്ക് നേതൃത്വം കൊടുത്തത്. ഓർത്തോളൂ. ഇനി അപ്പം എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇൻ ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 25th January 1950. Election Commission of India was formed in 1950 January 25th. എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം ഒന്ന് ഓർത്താൽ മതി. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ്. ഓർക്കാൻ എന്തെളുപ്പം, നിങ്ങൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം. അങ്ങനെ ഓർക്കണമെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്നറിയണം. എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ 1950 January 25th. അതുകൊണ്ട് തന്നെ ജാനുവരി 25th നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നു നാഷണൽ വോട്ടേഴ്സ് ഡേ. ദേശീയ വോട്ടർ ദിനം, ദേശീയ സമ്മതിദാന ദിനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ജാനുവരി 25th. ജാനുവരി 25th നാഷണൽ വോട്ടേഴ്സ് ഡേ. വൈ? ബിക്കോസ് ഓൺ ജാനുവരി 25th 1950 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് കേരള റിനേസൻസ് ഒക്കെ പഠിക്കാനുള്ള ആൾക്കാരായതുകൊണ്ട് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. മുമ്പ് വളരെ കൗതുകരമായ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓർമ്മിപ്പിക്കാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ അന്ന് അന്തരിച്ചു പോയ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാര്? റിനേസൻസ് ലീഡർ ഓഫ് കേരള ഹു ഡൈഡ് ഓൺ ദി സെയിം ഡേ ഓൺ വിച്ച് ഇലക്ഷൻ കമ്മീഷൻ വാസ് ഫോംഡ്. ഇതായിരുന്നു ചോദ്യം. എത്ര രസകരമായ ചോദ്യം നോക്കൂ. ആരെന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ആരെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതെന്നുള്ള ഡേറ്റ് പോലും ക്വസ്റ്റ്യനിലില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ അന്ന് അന്തരിച്ചു പോയ കേരളത്തിൻ്റെ സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരായിരുന്നു? റിനേസൻസ് ലീഡർ ആരായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 1950 ജാനുവരി 25 അന്തരിച്ചു പോയ കേരളത്തിൻ്റെ റിനേസൻസ് ലീഡർ SNDP യോഗത്തിൻ്റെ ആദ്യ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ പൽപ്പു ആണ് ഈ ദിവസം അന്തരിച്ചു പോയത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഒരു വളരെ റയറായിട്ട് ഒരിക്കൽ ചോദിച്ചതാണ്, ഇനിയും വരാം ചിലപ്പോൾ. അതൊക്കെ റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെയാണല്ലോ, പ്രീവിയസ് ചോദ്യങ്ങൾ പലതും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൗതുകരമായ ചോദ്യമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ അന്ന് അന്തരിച്ചു പോയ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. 2 സബ്ജക്റ്റുകളോട് ചേർത്ത് ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ? കേരള റിനേസൻസും കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർന്നൊരു ചോദ്യം. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. നിങ്ങളിനി അതിന് പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടാക്കി കളയരുത്. 1950 ജാനുവരി 25 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വാർത്തയറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് പൽപ്പ് മരിച്ചു എന്നൊന്നും പറയരുത്. അത് യാദൃച്ഛികമായി സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലുണ്ടാവുമല്ലോ അത് തീർച്ചയായിട്ടും. യെസ്, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം? ആരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ നിയമിക്കുന്നത് ആരായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തലവനായിരിക്കും. ഭരണഘടനാ തലവനല്ലേ? അപ്പം പ്രസിഡൻ്റ് അല്ലേ? ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു, അപ്പം സംസ്ഥാന തലത്തിൽ വരുമ്പം ഗവർണറായിരിക്കും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ മൾട്ടി മെമ്പർ ബോഡിയാണ്.
ഒരു ഏകാംഗ കമ്മീഷനായിട്ടാണ് 50-ൽ നിലവിൽ വന്നതെങ്കിലും അറ്റ് പ്രസൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 members. ഇലക്ഷൻ കമ്മീഷൻ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇലക്ഷൻ കമ്മീഷൻ അറ്റ് പ്രസൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 3 members. ബട്ട് ഒറിജിനലി ദർ വാസ് ഓൺലി 1 member. ഒരു അംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇലക്ഷൻ കമ്മീഷണർ. അത് നമ്മൾ ചീഫ് എന്ന് വേണമെങ്കിൽ പറയാം, കമ്മീഷണർ എന്ന് പറയാം. ഇപ്പോഴങ്ങനെയല്ല. 3 members, 1 chief election commissioner and other election commissioners. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. അങ്ങനെ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ് ഇന്നത്തെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോക്കൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇവിടെ ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത്, നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും എന്തോ വലിയ പദവിയുള്ള ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. പദവി തന്നെയാണ്, അതിൽ ഞാൻ സംശയമൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തോളൂ. നല്ല അധികാരമുള്ള, കാരണം അത് സ്വതന്ത്ര സ്ഥാപനമാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് 1 ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ആ 2 ഇലക്ഷൻ കമ്മീഷണറെക്കാളും കൂടുതൽ എന്തോ അധികാരമുള്ള ആളായിരിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അല്ല, all members have equal powers and receive equal salary and allowances. 3 പേർക്കും ഒരേ അവസ്ഥ തന്നെയാണ്. പേരിൽ മാത്രമേ ഉള്ളൂ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് 2 അല്ലാത്ത സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ പവേഴ്സ്. എല്ലാ അംഗങ്ങൾക്കും തുല്യ അധികാരം ആൻഡ് റിസീവ് ഈക്വൽ സാലറി ആൻഡ് അലവൻസസ്. ശമ്പളം കിട്ടുന്നതും ഒരേപോലെയാണ്. ശമ്പളം എത്രയാണെന്നൊക്കെ നിങ്ങൾക്കറിയൂ. ഇലക്ഷൻ കമ്മീഷണറുടെ പ്രതിമാസ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2,50,000. അത് നമുക്ക് പറയാം, അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എത്തും. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓൾ മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഹാവ് ഈക്വൽ പവേഴ്സ് ആൻഡ് റിസീവ് ഈക്വൽ സാലറി ആൻഡ് അലവൻസസ്. ക്ലിയർ ആയല്ലോ? നോക്കൂ, സാലറീസ് ആൻഡ് അലവൻസസ് ആർ സിമിലർ ടു ദോസ് ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ 2,50,000 എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സാലറി ഓഫ്, ഇതൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്, സാലറി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പറയണമെന്നില്ല, ആരായാലും 3 പേർക്കും ഒന്നുപോലെയല്ലേ. അപ്പം സാലറി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി ഈസ് സിമിലർ ടു അല്ലെങ്കിൽ സാലറീസ് ആൻഡ് അലവൻസസ് ആർ സിമിലർ ടു ദോസ് ഓഫ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ജഡ്ജിന് കിട്ടുന്നത് അത് തന്നെയാണ്. സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ പ്രതിമാസ സാലറി എത്രയാണ്? 2,50,000, 2,50,000. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന് കൂടും, അവിടെ ഇതുപോലെ പറയരുത്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി എന്ന് വെച്ചാൽ 2,80,000 ആണ്. സാധാ ജഡ്ജിമാരുടെ സാലറിക്ക് സമമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയാം. ചീഫ് ജസ്റ്റിസിൽ നിന്ന് ആയിപ്പോകരുത്. ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി അല്പം കൂടെ കൂടുതലാണ്, 2,80,000 ആണ്. ഇത് 2,50,000 ആണ് മറ്റ് ജഡ്ജിമാരുടെ സാലറി. ആ ജഡ്ജിമാരുടെ സാലറിക്ക് ഇക്വലൻ്റ് ആണ് ആരുടെ സാലറി? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ പവർ ആൻഡ് റിസീവ് ഈക്വൽ salary and allowances. Salary and allowances are similar to those of a judge of Supreme Court. That means 2,50,000. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ടേം ഓഫ് ഓഫീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി എത്ര, ടേം ഓഫ് ഓഫീസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 years or until they attain the age of 65 years, whichever is earlier. 6 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? നോക്കൂ, 6 years or until they attain the age of 65 years, whichever is earlier എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുകിൽ 6 വർഷം. ഇപ്പോൾ പിന്നെ ഒരു 55 വയസ്സായ ഒരാളാണ് ഇലക്ഷൻ കമ്മീഷനായി മാറുന്നതെങ്കിൽ, ഇലക്ഷൻ കമ്മീഷനായി വരുന്നതെങ്കിൽ അയാൾക്ക് എത്ര കാലം പ്രവർത്തിക്കാൻ പറ്റും? 6 വർഷം. 61 വയസ്സേ ആവുള്ളൂ. അപ്പോൾ 55 വയസ്സിൽ വന്ന 6 വർഷം 61. അപ്പോൾ ഇനി 65 വയസ്സ് വരെ പ്രവർത്തിക്കാമെന്ന് കരുതി വീണ്ടും 4 വർഷവും കൂടെ കിട്ടുമോ? കിട്ടൂല. 6 വർഷം അവസാനിക്കുന്നുവെങ്കിൽ അവിടെ നിർത്തിക്കൊള്ളണം. ഇനി നോക്കൂ, ഒരു 63 വയസ്സായ ഒരാളാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗമായി വരുന്നത്.
2 കൊല്ലമേ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരമുള്ളൂ എന്നർത്ഥം അല്ലേ. 2 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന് എന്തായി മാറുന്നു? 65 വയസ്സ് തികയുന്നു. അപ്പോഴെന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. അതാണ് പറയുന്നത് 6 years or until they attain the age of 65 years whichever is earlier. ഏതാണ് ആദ്യം വരുന്നത്? 65 വയസ്സോ അല്ലെങ്കിൽ 6 വർഷമോ? ഇത് ആരുടെയൊക്കെ കാലാവധിയാണെന്ന് കൂടെ മനസ്സിലൊരു ചാർട്ട് ഇട്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. വാസ്തവത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2-3 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാലാവധി ഇത് തന്നെയാണ്, സെയിം. ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം, നിങ്ങളത് മനസ്സിൽ വെച്ചോളുക. ഏതൊക്കെയാണെന്ന് പറയാമോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CAG ഓഫ് ഇന്ത്യ നമുക്ക് പഠിക്കാനുള്ളതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. CAG അദ്ദേഹത്തിൻ്റെ കാലാവധിയും ഇത് തന്നെയാണ്. 6 വർഷമോ 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ, CAG. ദെൻ മെമ്പർ ഓഫ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വരിക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാലാവധിയും ഇത് തന്നെയാണ്, 6 വർഷമോ 65 വയസ്സ്. അപ്പം മനസ്സിൽ ഒരു ചാർട്ട് ഇട്ടിട്ട് ഈ 3 പേരുടെ കാലാവധിയും ഒന്ന് മനസ്സിൽ വെച്ചോളുക. CAG, ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ പറഞ്ഞുകൊള്ളുക യൂണിയൻ പബ്ലിക് സർവീസ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ 3 പേരുടെയും കാലാവധി ചോദിച്ചാൽ സെയിം തന്നെ ഉത്തരം, 6 years or until they attain the age of 65 years whichever is earlier എന്ന് തന്നെ പറഞ്ഞോളൂ. ഈ മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മനസ്സിൽ നിന്ന് മറക്കരുത്. ഏതൊക്കെയാണ്? ഇനിയുണ്ട് ഒരുപാട്, ആവർത്തിക്കപ്പെട്ട് ചോദിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, CAG. ഇതെല്ലാം കാലാവധി 6 വർഷമോ 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? ഓക്കെ ആണല്ലോ. ഇത് 3ഉം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട്, അല്ലാതെ ഈ 6 വർഷം 65 വയസ്സുകാർ വേറെയും ഉണ്ട്. ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, മറക്കാതിരിക്കുക. ദെൻ ദി മെമ്പേഴ്സ് ക്യാൻ റിസൈൻ അറ്റ് എനി ടൈം ഓർ ക്യാൻ ഓൾസോ ബി റിമൂവ്ഡ് ബിഫോർ എക്സ്പയറി ഓഫ് ദെയർ ടേം. ഒരു അംഗത്തെ എപ്പോൾ വേണോ സർവീസിൽ നിന്നും നീക്കം ചെയ്യാം, ഒരംഗത്തിന് എപ്പോൾ വേണോ സ്വമേധയാൽ രാജിവെക്കാം. എ മെമ്പർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ റിസൈൻ അറ്റ് എനി ടൈം അക്കോർഡിംഗ് ടു ദെയർ വിഷസ്. അവരുടെ ആഗ്രഹപ്രകാരം ഇനി തുടരാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ റിസൈൻ ചെയ്യാം. ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്? അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ ദി മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഗീവ് ദെയർ റെസിഗ്നേഷൻ ലെറ്റർ ടു ഹൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് തന്നെ എന്ത് കൊടുക്കണം? രാജിക്കത്ത് കൊടുത്തിട്ട് ഒഴിവാകാം. ഇനി അല്ലാതെ തന്നെ ദേ ക്യാൻ ബി റിമൂവ്ഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദെയർ ടൈം. അവിടെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രൊസീജിയറുണ്ട്, അതിലേക്ക് വരാം. അതായത് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ഇൻ ദി സെയിം മാനർ ആൻഡ് ഓൺ ദി സെയിം ഗ്രൗണ്ട്സ് ആസ് എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. ഒരു സുപ്രീം കോർട്ട് ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന അതേ മാനറിലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ. ശ്രദ്ധിക്കണം, മറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അല്ല. അവരെ അധികാരങ്ങളും വരുമാനമൊക്കെ തുല്യമാണെങ്കിലും റിമൂവ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം നമ്മൾ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവലാണ് പറയുന്നത്. ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ഇൻ ദി സെയിം മാനർ ആൻഡ് ഓൺ ദി സെയിം ഗ്രൗണ്ട് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിനെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? ബൈ ഇംപീച്ച്മെൻറ്റ് ആണല്ലോ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് ആൾസോ റിമൂവ്ഡ് ബൈ മീൻസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുന്നത്. ഓർഡർ ഓഫ് പ്രസിഡൻറ്റിൻ്റെ ഓർഡർ പ്രകാരം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി.
അത് നമ്മളൊന്ന് വ്യക്തമായി ഒന്ന് പഠിച്ചു വയ്ക്കണം. അതായത് ഹി ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി ബേസ് ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി. ഈ പ്രോസസ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഒന്ന് വ്യക്തമായി പഠിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റിമൂവ്ഡ് ബൈ ഇംപീച്ച്മെന്റ്. അത് മനസ്സിലായല്ലോ. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഹീസ് റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ഇൻ ദി സെയിം മാനർ ഓർ ഓൺ ദി സെയിം ഗ്രൗണ്ട് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത്, ഏത് ഗ്രൗണ്ടിലാണോ നീക്കം ചെയ്യുന്നത്, അതേ ഗ്രൗണ്ടിൽ അതേ മാനറിലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നീക്കം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഹീ ഈസ് റിമൂവ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ ആ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നീക്കം ചെയ്യാൻ കഴിയില്ല. ഏതിൻ്റെ ബേസിലേ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുക്കുകയുള്ളൂ? റെസല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി. 3/2 2/3 മെജോറിറ്റിയിൽ ഓരോ സഭയും ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കണം. ആ പ്രമേയത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രപതിക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. നോക്കൂ, ആരെ നീക്കം ചെയ്യും പോലെ? ജഡ്ജിയെ നീക്കം ചെയ്യും, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യും പോലെ. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരുടെ ശമ്പളം എത്ര? ആരുടെ ശമ്പളത്തിന് തുല്യം? ജഡ്ജിമാരുടെ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം. അപ്പോൾ ഇപ്പോഴേ മനസ്സിലൊരു കാര്യം ഓർമ്മിച്ചുകൊള്ളുക, ദി സ്റ്റാറ്റസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആസ് സെയിം ദാറ്റ് ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പദവിക്ക് സമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ടാണ് സാലറിയുടെ കാര്യത്തിലും നീക്കം ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ സമാനമായ രീതി നമ്മൾ അവലംബിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഏതാണ്ട് അതേ സ്റ്റാറ്റസ് ആണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾക്കും ഉള്ളത് എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നീക്കം ചെയ്യുന്ന നടപടി നമ്മൾ പറഞ്ഞു. ഇനി അതർ മെമ്പേഴ്സ്, മറ്റ് മെമ്പേഴ്സിന് ആരെങ്കിലും ആണെങ്കിലോ ഇങ്ങനെയാണോ നീക്കം ചെയ്യുന്നത്? അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. എനി അതർ ഇലക്ഷൻ കമ്മീഷണർ ക്യാൻ ബി റിമൂവ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് റിമൂവ്ഡ് ബൈ ദി ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് വിത്ത് സിമ്പിൾ മെജോറിറ്റി ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് റെസൊല്യൂഷൻ ബൈ ദി ഓർഡർ ഓഫ് പ്രസിഡന്റ് ഹീ ഈസ് റിമൂവ്ഡ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ എനി അതർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദി പ്രസിഡന്റ്. അതാര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് നേരത്തെ ഇംപീച്ച്മെൻറ്റിലൂടെ നമ്മൾ മാറ്റിയത്. മറ്റ് കമ്മീഷണറെ മാറ്റുന്നതിന് ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാർലമെൻറ്റ് പാസ്സാക്കണമെന്നില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു റെക്കമെൻഡേഷൻ നൽകും. ആർക്ക്? പ്രസിഡൻറ്റിന്. ഈ വ്യക്തിയെ ഒന്ന് റിമൂവ് ചെയ്യണം. ആ റെക്കമെൻഡേഷൻ്റെ ബേസിൽ പ്രസിഡൻറ്റിന് റിമൂവ് ചെയ്യാൻ കഴിയും. ആരെ? മറ്റംഗങ്ങളെ. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ റിമൂവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലുണ്ടാകണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ബൈ ഇംപീച്ച്മെൻറ്റിലൂടെ, ഇംപീച്ച്മെൻറ്റ് ഓർത്താൽ മതി. അതർ മെമ്പേഴ്സ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷനോടുകൂടി പ്രസിഡന്റിന് മാത്രമാണ് ആരെ നീക്കം ചെയ്യാൻ കഴിയുന്നത്? മറ്റ് അംഗങ്ങളെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കുക, ഈ ഗ്രൗണ്ട് ഓഫ് റിമൂവൽ എന്ത് കാരണത്താലാണ് ഇവർ റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു 2 പോയിന്റുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഡ്യൂ ടു മിസ്ബിഹേവിയർ ഓർ ഇൻകേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി. മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യം, സ്വഭാവ ദൂഷ്യം കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ ഈ ചെയറിലിരിക്കാൻ ഇയാൾക്ക് കഴിയില്ല. ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ചെയറിലിരുന്നു കൊണ്ട് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള കഴിവില്ല, ഇൻകപ്പാസിറ്റി അയാൾ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റമേ ശരിയല്ല, അയാളുടെ സ്വഭാവമേ ശരിയല്ല. ഈ 2 കാരണങ്ങളാണ്
ആരെ നീക്കം ചെയ്യാൻ ആയിട്ട് എടുക്കുന്നത്? ഇലക്ഷൻ കമ്മീഷണർ. ഓർത്തോളുക, ഈ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർ ഏതെങ്കിലും ഒരു കറപ്ഷൻ്റെ പേരിൽ നീക്കം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദ്യം വരാം. അങ്ങനെയൊന്നും അല്ല. ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓഫ് റിമൂവൽ ഓഫ് എ മെമ്പർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ആ കഴിവുകെട്ട പ്രവർത്തന ഫലമായിട്ടോ സ്വഭാവ ദൂഷ്യത്തിൻ്റെ ഫലമായിട്ടോ ആണ് ഇലക്ഷൻ കമ്മീഷണർ നീക്കം ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിനൊരു പേരുണ്ട്, നിർവാചൻ സദൻ. എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹിയിലെ നിർവാചൻ സദൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നിർവാചൻ സദൻ, ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളും ധർമ്മങ്ങളും. നമ്മുടെ സിലബസിൽ സാധാരണ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അതാണ് നമ്മുടെ സിലബസിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും പഠിക്കണം. അത് ഫോം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാം അറിഞ്ഞിരിക്കുകയും വേണം. ഇനി അതിൻ്റെ യഥാർത്ഥ ഫങ്ഷൻസ് എന്താണ്, യഥാർത്ഥ പവേഴ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അല്ലെങ്കിൽ സച്ച് ബോഡി ഈസ് റെസ്പോൺസിബിൾ ടു എൻഷുവർ ഫെയർ ആൻഡ് അല്ലെങ്കിൽ ഫെയർ ഇലക്ഷൻ ഇൻ ഇന്ത്യ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ഇന്ത്യ. സ്വതന്ത്രവും നീതിപൂർണവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ബേസിൽ ഇതിനെന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ ഫങ്ഷനാണിത് ചെയ്യുന്നത് നോക്കൂ. ടു എക്സാമിൻ ദി ടെറിട്ടറിയൽ ഏരിയാസ് ഓഫ് ദി ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് throughout the country on the basis of Delimitation Commission Act of Parliament. നിങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പാസ്സാക്കും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിക്കും ഗവൺമെൻറ്, ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡല പുനർനിർണയ കമ്മിറ്റി എന്ന് പറയാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. കാലാകാലങ്ങളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ നമ്മളൊന്ന് പുതുക്കി നിശ്ചയിക്കും. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലം ഉണ്ടാവുമല്ലോ, നമ്മുടെ ലോക്സഭയിൽ പ്രത്യേകിച്ച് ഒരു ലോക്സഭാ മണ്ഡലം ഉണ്ടാകും. അതിൽ നിന്നും ചെറിയൊരളവിൽ ഒരു സംസ്ഥാന നിയമസഭാ മണ്ഡലം ഉണ്ടാകും. പക്ഷേ ഈ മണ്ഡലങ്ങൾ ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ ഒരേ രീതിയിൽ നിൽക്കുന്നതല്ല. ഈ മണ്ഡലങ്ങളുടെ അതിർത്തികളൊക്കെ ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസ്. സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ആ പരിധിയും മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കുറച്ച് ഭാഗവും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വിപുലീകരിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് എടുത്ത് വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂട്ടിച്ചേർത്തു എന്ന് വരും. അങ്ങനെ കാലാകാലങ്ങളിൽ എങ്ങനെയൊക്കെ ഡീലിമിറ്റേഷൻ നടത്തണം, ശരിക്കും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പുനർനിർണയം നടത്തണം. ഇതിന് വേണ്ടിയിട്ട് സർക്കാർ നിയമിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയും. അതിനുവേണ്ടി പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കും, ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട്. അങ്ങനെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്തു? ഡീലിമിറ്റേഷൻസ് ഒക്കെ നടത്തി, മണ്ഡല പുനർനിർണയമൊക്കെ നടത്തി. പക്ഷേ ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നതാര്? ഹൂ ഡിറ്റർമൈൻസ് അല്ലെങ്കിൽ ഹൂ ഫിക്സസ് ദി ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, പക്ഷെ അത് എക്സാമിൻ ചെയ്യും. മണ്ഡല പുനർനിർണയമൊക്കെ നടത്തിയിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അതിർത്തികൾ എന്താണ്, എങ്ങനെയാണ് എന്ന് അന്തിമമായിട്ട് അതിനെ ഒന്ന് എക്സാമിൻ ചെയ്ത് വയ്ക്കുന്നത് ആരാണ്? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ടു എക്സാമിൻ ദി ടെറിട്ടറിയൽ ഏരിയാസ് ഓഫ് ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി ത്രൂ ഔട്ട് ദി
കൺട്രി ഓൺ ദി ബേസ് ഓഫ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട്. അതിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ ഇടപെടില്ല. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം തരംതിരിച്ച് വച്ചിരിക്കുന്നത് കറക്റ്റാണോ എന്ന് മാത്രം നോക്കും. അത് ഈ കമ്മീഷൻ്റെ ജോലിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അതിർത്തി എത്ര, ഏത് മുതൽ ഏതുവരെയാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി, അത് നിശ്ചയിക്കുന്നത് വേറെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ്. അതിൻ്റെ ആക്ട് പ്രകാരമാണ് അതിന് കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചു വച്ചിരിക്കുന്നത്. ആ തിരിച്ചു വച്ചിരിക്കുന്നതിൻ്റെയൊക്കെ അതിർത്തികളൊന്ന് എക്സാമിൻ ചെയ്ത് വയ്ക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അപ്പോൾ ടു എക്സാമിൻ ദി ടെറിട്ടറിയൽ ഏരിയാസ് ഓഫ് ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി ത്രൂ ഔട്ട് ദി കൺട്രി ഓൺ ദി ബേസിസ് ഓഫ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് അതിർത്തികൾ നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് എത്രയൊക്കെയാണ്, ഏതാണ് ഒരു മണ്ഡലം, അതിൻ്റെ ഒരു വ്യക്തമായ ധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. അടുത്ത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് ടു പ്രിപ്പയർ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ്സ് ഇലക്ട്രൽ റോൾ ആൻഡ് രജിസ്റ്റർ ഓൾ വോട്ടേഴ്സ്. കാലാകാലങ്ങളിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക. കാലാകാലങ്ങളിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ വോട്ടർമാർ വന്നുകൊണ്ടിരിക്കുമല്ലോ, 18 വയസ്സ് പൂർത്തിയായ ആൾക്കാരെ അതിൽ ചേർത്തുകൊണ്ടിരിക്കുക. കുറേ പേര് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. മരണപ്പെട്ടു പോയ ആൾക്കാരെയൊക്കെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പിന്നെ മാറ്റണം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇലക്ട്രൽ റോൾ എപ്പോഴും ലൈവായി നിലനിർത്തുക എന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ. അപ്പം ടു പ്രിപ്പയർ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ്, തയ്യാറാക്കി വയ്ക്കുകയല്ല, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നൊരു ശരിക്ക് ഇലക്ട്രൽ റോൾ തയ്യാറായി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഇതനുസരിച്ചേ പോകുള്ളൂ എന്നല്ല. ഇതിൽ അപ്ഡേഷൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണപ്പെട്ടവരെ ഒഴിവാക്കണം, 18 വയസ്സുമായി പൂർത്തിയാകുന്നവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ടു പ്രിപ്പയർ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ഇലക്ട്രൽ റോൾസ് ആൻഡ് ടു രജിസ്റ്റർ ഓൾ എലിജിബിൾ വോട്ടേഴ്സ്. അവിടെയും ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കും. ഒരു എലിജിബിൾ വോട്ടർ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. 18 വയസ്സ് പൂർത്തിയായ ഒരാൾ, എല്ലാ അർത്ഥത്തിലും വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ള ഒരാളിനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കില്ല. അത് അവരെ കൂടെ ഉൾപ്പെടുത്തണം. അർഹതയുള്ള വോട്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രൽ റോൾ തയ്യാറാക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക. ആരുടെ ജോലിയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. അടുത്ത് നോക്കൂ, to notify the dates and schedule of election and scrutinize nomination paper. 2 പോയിന്റ് ഒരുമിച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ടു നോട്ടിഫൈ ദി ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഇലക്ഷൻ. നോക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ടു ഫിക്സ് ഡേറ്റ്സ് ഫോർ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ പ്രോസസ്സ്. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സഡൻ ആക്ഷൻ അല്ല, അതൊരു പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാം, അതിൽ ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ആ ഡിഫറൻറ്റ് സ്റ്റേജസിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. എന്താണ്? ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വേണ്ട, അല്ലെങ്കിൽ അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമുക്ക് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെയും സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ഉത്തരവാദിത്വം ആർക്കും നമ്മൾ പഠിച്ചു നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പൊക്കെ ചിലപ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടത്തുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ കാണാറുണ്ട് ടി വിയിലൊക്കെ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മിക്കവാറും ചീഫ് കമ്മീഷണർ, ചുറ്റുവട്ടത്ത് മറ്റ് കമ്മീഷണർമാർ 2 പേരൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹമാണ് ഈ ഷെഡ്യൂളിനെ കുറിച്ച് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് ഒരു ഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാസത്തിനകം അല്ലെങ്കിൽ 1.5 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആ പ്രോസസ്സിന് നമുക്കറിയാം ഡിഫറൻറ്റ് സ്റ്റേജ് കാണും. എന്ന് പറഞ്ഞാൽ എന്നാണ് നോമിനേഷൻ നൽകേണ്ടത്, അതിൻ്റെ ഒരു ഡേറ്റ് പറയും. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിശ്ചയിക്കുന്നത്. എന്നാണ് നോമിനേഷൻ പിൻവലിക്കേണ്ടത്, അതിനൊരു ഡേറ്റ് കാണും. എന്നാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്, ഇത് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് എന്നാണ്, അതിനൊരു ഡേറ്റ് കാണും. എന്നാണ് പോളിംഗ് നടക്കുന്നത്, അതിനൊരു ഡേറ്റ് ഇല്ലേ.
എന്നാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുന്നത്. കണ്ട, ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ എത്ര സ്റ്റേജുകൾ കടന്നു പോകുന്നു. ആ ഡേറ്റുകളെല്ലാം നോട്ടിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നോട്ടിഫൈ ദി ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഓഫ് ഇലക്ഷൻസ് ആൻഡ് സ്ക്രൂട്ടനൈസ് നോമിനേഷൻ പേപ്പർ. ഇനി സ്ഥാനാർത്ഥികൾ നൽകിയ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശക പത്രിക സ്ക്രൂട്ടനൈസ് ചെയ്യാൻ, സൂക്ഷ്മ പരിശോധന നടത്താനുള്ള ഉത്തരവാദിത്വവും ആർക്ക് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ. ഇതൊക്കെ ഇതിൻ്റെ കോറായിട്ടുള്ള ഇതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇലക്ട്രൽ ഏരിയ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഇലക്ട്രൽ ഏരിയ ഒന്ന് എക്സാമിൻ ചെയ്യണം. ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ വരണമെന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇലക്ടർ റോൾ പ്രിപ്പയർ ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഇലക്ഷൻ ഷെഡ്യൂൾസ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസിലുള്ള ഡേറ്റുകൾ പ്രഖ്യാപിക്കണം. ഇനി അതുപോലെ തന്നെ നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടനൈസ് ചെയ്യണം. അടുത്ത് നോക്കൂ, ടു ഗ്രാൻഡ് റെക്കഗ്നേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്നതായി. ഇതൊക്കെ എടുത്ത് ഈ OMR ആയിട്ടൊക്കെ ചോദിക്കാം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് റെക്കഗ്നേഷൻ ടു ദി പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അലോട്ട് ഇലക്ഷൻ സിംബൽ ഓഫ് ദം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുകയും അവർക്കൊരു തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതൊക്കെ വേണമെങ്കിൽ രണ്ടാക്കി ചോദിക്കാം. അല്ലെങ്കിൽ ഡാഷ് ഗ്രാൻഡ് റെക്കഗ്നേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു ഗ്രാൻഡ് ഇലക്ഷൻ സിംബൽ ടു പൊളിറ്റിക്കൽ പാർട്ടി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചിഹ്നം അനുവദിക്കുക പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമല്ല, ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ദി ഇലക്ഷൻ സിംബൽ ടു ഓൾ കാൻഡിഡേറ്റ്സ് ആർ ഗ്രാൻറ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നിങ്ങളിപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ചിഹ്നം വേണം, ഇല്ലേ? ആ ചിഹ്നം അനുവദിക്കുന്നതും ആര് തന്നെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം പൊളിറ്റിക്കൽ പാർട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നതും എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു ഇലക്ഷൻ സിംബൽ അനുവദിച്ചു കൊടുക്കുന്നതും എല്ലാം ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അടുത്ത ടു ക്യാൻസൽ പോൾസ് ഇൻ ദി ഇവൻറ്റ് ഓഫ് റിഗ്ഗിംഗ്, ബൂത്ത് ക്യാപ്ചറിങ്, വയലൻസ് ആൻഡ് അതർ ഇറഗുലാരിറ്റീസ്. ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില അക്രമങ്ങളാണ് ഈ പറയുന്നത്. റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടക്കുന്ന ചില തിരിമറികൾ, അതാണ് റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ. ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തിരിമറികൾ. ബൂത്ത് ക്യാപ്ചറിങ്, ബൂത്ത് പിടിച്ചെടുക്കൽ. കുറേ കയ്യൂക്കുള്ള ആൾക്കാർ ചെന്നിട്ട് അവിടുത്തെ ബൂത്ത് കയ്യേറിയിട്ട് അവർക്ക് അനുകൂലമായ വോട്ട് തന്നെ ചെയ്യുന്നു, ബാക്കി വോട്ട് ചെയ്യാൻ വന്നവരെയൊക്കെ ആട്ടിപ്പായിക്കുന്നു, എന്നിട്ട് ഇവർ തന്നെ വോട്ട് ചെയ്യുന്നു. മുമ്പ് നമ്മുടെ EVM ഒക്കെ വരുന്നതിന് മുമ്പ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് ഈ പേപ്പർ ബാലറ്റ് ഉണ്ടായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബൂത്ത് ക്യാപ്ചറിങ്ങും റിഗ്ഗിങ്ങും വയലൻസും ഇറഗുലാരിറ്റീസൊക്കെ ഏറ്റവും കൂടുതൽ നടന്നത്. ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും അത്രത്തോളമില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ പഠിക്കും, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോട്ട VVPAT സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ആ സമ്പ്രദായമൊക്കെ VVPAT ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ഈ കള്ളവോട്ടുകൾ തടയാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. EVMൽ വരുന്ന തകരാറ് പോലും പരിഹരിക്കാനുള്ള മാർഗമാണ് VVPAT. നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ടു ക്യാൻസൽ പോൾ, എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റിയിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു ബൂത്തിൽ നടന്നാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള അധികാരം ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മൾ കേട്ടിട്ടില്ലേ, റീഇലക്ഷൻ നടക്കുന്നു ചില ബൂത്തുകളിലൊക്കെ. ചില നമ്മൾ സാധാരണ നോർമലായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില ബൂത്തുകളിലൊക്കെ ഉള്ള വോട്ട് ചിലപ്പം വോട്ടിംഗ് ക്യാൻസൽ ചെയ്ത് കളയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ട് ക്യാൻസൽ ചെയ്തിട്ട് റീപോളിംഗ് നടത്തും. 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഒന്നുകൂടി വോട്ട് ചെയ്യാൻ പറയും. എന്താണെന്നറിയുമോ? അവിടെ ചില ഇറഗുലാരിറ്റീസ് നടന്നിരിക്കുകയാണ്, അവിടെ ചില അക്രമങ്ങൾ നടന്നിരിക്കുകയാണ്, ബൂത്ത് ക്യാപ്ചറിങ് നടന്നിരിക്കുകയാണ്, റിഗ്ഗിങ് നടന്നിരിക്കുകയാണ്, വയലൻസ് നടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ അല്ല അവിടെ നടന്നത്. അതുകൊണ്ട് അതിനെ റദ്ദു ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ. ടു ക്യാൻസൽ പോൾസ് ഇൻ ദി ഇവൻറ്റ് ഓഫ് റിഗ്ഗിങ്, ബൂത്ത് ക്യാപ്ചറിങ്, വയലൻസ് ആൻഡ് അതർ ഇറഗുലാരിറ്റീസ്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരു ഇലക്ഷനെ
ക്യാൻസൽ ചെയ്ത് കളയാൻ ഉള്ള അധികാരവും ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. അടുത്ത് നോക്കൂ, ടു സൂപ്പർവൈസ് ദി മെഷീനറി ഓഫ് ഇലക്ഷൻ ത്രൂ ഔട്ട് ദി കൺട്രി ടു എൻഷർ ഫോർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഇതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങളത് പറഞ്ഞോളൂ. ടു സൂപ്പർവൈസ് ദി മെഷീനറി ഓഫ് ഇലക്ഷൻ ത്രൂ ഔട്ട് ദി കൺട്രി. നമ്മുടെ രാജ്യത്താകമാനമുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ പരിശോധിക്കുക, അതിന് മേൽനോട്ടം വയ്ക്കുക, സൂപ്പർവൈസ് നടത്തുക. രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മൊത്തത്തിലൊന്ന് സൂപ്പർവൈസ് ചെയ്യുക. എന്നിട്ട് ഒരു കാര്യം എൻഷുർ ചെയ്യുക, ഒരു കാര്യം ഉറപ്പുവരുത്തുക, എൻഷുർ ഫോർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഒരു രാജ്യത്ത് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് രാജ്യം ശരിയായിട്ടുള്ള സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫംഗ്ഷനിൽപ്പെട്ടതാണ്. നോക്കൂ, ടു രജിസ്റ്റർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഇലക്ഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്താ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആൻഡ് ഗ്രാൻഡ് ദം സ്റ്റാറ്റസ് ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് പാർട്ടീസ് ഓൺ ദി ബേസ് ഓഫ് ദെയർ പോൾ പെർഫോമൻസ്. നോക്കൂ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നാഷണൽ പാർട്ടീസും ഉണ്ട്, സ്റ്റേറ്റ് പാർട്ടീസും ഉണ്ട്. ദേശീയ പാർട്ടിയും സംസ്ഥാന പാർട്ടിയും പ്രാദേശിക പാർട്ടിയും ഉണ്ട്. ഈ ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ നാഷണൽ പാർട്ടി അല്ല എന്ന് പറയാനോ അധികാരമുള്ള ഏക സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എല്ലാ പാർട്ടിക്കും പറയാം ഞങ്ങൾ നാഷണൽ പാർട്ടിയാണെന്നൊക്കെ വെറുതെ പറയാമെന്നുള്ളതല്ലാതെ അത് ആരുടെ അംഗീകാരം വേണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമാണ്. അപ്പോൾ ടു രജിസ്റ്റർ പൊളിറ്റിക്കൽ പാർട്ടി ഫോർ ദി പർപ്പസ് ഓഫ് ഇലക്ഷൻ ആൻഡ് ഗ്രാൻഡ് ദം ദി സ്റ്റാറ്റസ് ഓഫ് national parties or state parties on the basis of their poll performance. ഈ എങ്ങനെയാണ് ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് കാണുന്നതും എങ്ങനെയാണ് ഒരു പാർട്ടിയെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പോൾ പെർഫോമൻസിലാണ്. ഇത്ര പെർസെൻറ്റേജ് വോട്ട് ഇത്ര സ്റ്റേറ്റിൽ നിന്ന് കിട്ടി, അങ്ങനെ ഒത്തിരി അധികം പറയാനുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, ഒരു പാർട്ടിയെ, രാഷ്ട്രീയ പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ടോ സ്റ്റേറ്റ് പാർട്ടിയായിട്ടോ അംഗീകരിക്കുക എന്നതും ആരുടെ ചുമതലയാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. എവിടെയൊക്കെ തർക്കങ്ങൾ വരുമ്പോഴും ഇപ്പം ചില പാർട്ടി പിളരുമല്ലോ, നിങ്ങൾക്കറിയാം. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ അത് എത്ര തവണ പിളർന്നു എന്ന് അവർക്ക് പോലും അറിയില്ല, ആ പാർട്ടിയിലുള്ളവർക്ക് പോലും അറിയില്ല. കാരണം അത്രമാത്രം പിളർന്ന് നമ്മളൊരു തമാശനുമായി ബന്ധപ്പെട്ട് പറയുമല്ലോ, വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളായി മാറിയ പാർട്ടിയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾക്കറിയാം, KM മാണിയുടെ കേരളത്തിൽ KM മാണി നയിച്ച ഒരു കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ കേരള കോൺഗ്രസ് KM മാണിയുടെ മരണത്തിന് ശേഷം വീണ്ടും രണ്ടായി പിരിഞ്ഞു. KM മാണിയുടെ മകൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പും അല്ലേ, അതുപോലെ തന്നെ PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ തർക്കം വന്നു, ആരാണ് യഥാർത്ഥ പാർട്ടി എന്ന്. ഈ തർക്കം പരിഹരിക്കുന്ന ആരാണ് അംഗീകരിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ജോസ് കെ മാണി എന്ന് പറയുന്ന KM മാണിയുടെ മകൻ പറയുന്നു, ഞാനും എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുമാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. PJ ജോസഫ് പറയുന്നു, അതല്ല, എന്നോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. തർക്കം എവിടെ എത്തി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്, ഇവിടെ കോടതിയല്ല. ഇവിടെ തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലെത്തി. കാരണം ആരാണ് യഥാർത്ഥ പാർട്ടി, അവർക്ക് മാത്രമേ പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം നിങ്ങൾക്കറിയാം, രണ്ടിലയാണ്. അപ്പം ജോസ് കെ മാണിയും കൂട്ടരും പറഞ്ഞു, ഇതാണ് രണ്ടില ഞങ്ങളുടെ ചിഹ്നമാണ്. അപ്പോൾ നമ്മുടെ PJ ജോസഫും കൂട്ടരും പറഞ്ഞു, രണ്ടില ഞങ്ങളുടെ ചിഹ്നമാണ്. അങ്ങനെ ഓരോരുത്തർ ഓരോ ഇലയിൽ പിടിച്ചുകൊണ്ട് വലിയ പ്രശ്നമായി. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലെത്തി. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില മാനദണ്ഡമുണ്ട്, എത്ര ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്, അതിന് അവരുടേതായ ചില മാനദണ്ഡമുണ്ട്. ഈ പോൾ പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥ പാർട്ടി ആരാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു,
ജോസ് കെ മാണിയുടെ ഭാഗമാണ് യഥാർത്ഥ ഔദ്യോഗിക ഭാഗം. അങ്ങനെ 2 അവർക്ക് കിട്ടുകയും ജോസഫിന് 2 നഷ്ടപ്പെടുകയും ചെയ്തു. നമ്മളിപ്പോൾ കണ്ടതാണ്. ഞാനിത് പറഞ്ഞതിനാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്നതും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും അതുപോലെ തന്നെ ഒരു പാർട്ടി നാഷണൽ പാർട്ടിയാണോ സ്റ്റേറ്റ് പാർട്ടിയാണോ എന്ന് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ആരുടെ അധികാരത്തിൽപ്പെട്ടതാണ്, ഫംഗ്ഷനിൽപ്പെട്ടതാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ്സ് ദി ഫോളോയിങ് സീറ്റ്സ്. ഇനി ഞാൻ പറയുന്ന ഒരു 4 പദവികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഈ 4 പദവികളിലേക്കും അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഒരു സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം ഈ സംസ്ഥാന നമ്മളിനി പഠിക്കും, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ ശരിക്കും പറഞ്ഞാൽ ഗവർണർ നിയമിക്കുന്ന പോസ്റ്റാണത്. ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. എന്നാൽ അതിന് പുറമെ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും കൂടെ നമ്മുടെ സംസ്ഥാനത്തിലുണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഒരു സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് എ സ്റ്റേറ്റ് is appointed by governor of the state, but chief election commissioner is appointed by of a state is appointed by governor എന്ന് പറയുമ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രതിനിധിയായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്ന ആളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. അദ്ദേഹം ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിനും ഒക്കെയാണ് അങ്ങനെ ഒരു പദവി. സംസ്ഥാനത്തിൻ്റെതായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കും, കൂടാതെ ചീഫ് ഇലക്ടറൽ ഓഫീസറും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നതായിരുന്നു ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അടുത്ത് നോക്കണോ, ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസർ. ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസർ അതായത് ഒരു ജില്ലാ ഇലക്ഷൻ ഓഫീസർ, അത് മിക്കവാറും കളക്ടറൊക്കെ ആയിരിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളക്ടർ, സബ് കളക്ടർ ഇവരെയൊക്കെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് നിയമിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ് ആ ചാർജ് കൊടുക്കുന്നത്. ഇനി നോക്കൂ, അടുത്തൊരു പോസ്റ്റ് നോക്കൂ, റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നതും ഇതേപോലെ ഒരു കളക്ടർ പോലെയുള്ളതോ അതുപോലെയുള്ള ADM പോലെയോ അങ്ങനെയൊക്കെയുള്ള ഉയർന്ന പദവിയിലുള്ള ഒരാളെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. റിട്ടേണിംഗ് ഓഫീസറിൻ്റെ മലയാളം എന്ന് പറയാം വരണാധികാരി എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഫുൾ ചാർജ് ഉള്ള ആളാണ്. ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ശരിക്കും കാൻഡിഡേറ്റ്സ് എല്ലാം നോമിനേഷൻ സമർപ്പിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലാണ്, റിട്ടേണിംഗ് ഓഫീസർ. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആര് വിജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? റിട്ടേണിംഗ് ഓഫീസറാണ്. അതിന് ചുമതലയുള്ള വരണാധികാരി റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി നോക്കൂ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. വാസ്തവത്തിൽ താഴെത്തട്ടിൽ നമ്മുടെ ഈ ശരിക്ക് പ്രാക്ടിക്കലായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇലക്ടർ റോളിൽ പേരുകൾ ഉൾപ്പെടുത്തുക, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക, അവർക്ക് തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ നൽകുക, ഇങ്ങനെയുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ. അത് മിക്കവാറും തഹസിൽദാർമാരായിരിക്കും. തഹസിൽദാർ പോസ്റ്റ് വഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ശരിക്കും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. അവരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അംഗങ്ങളെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുന്നു, തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അപ്പം ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തുടങ്ങിയ പദവികളിലേക്ക് നിയമനം നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഒരുമിച്ച് പഠിച്ചു വച്ചേക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ്സ്
ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. ഇത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ജില്ലയുടെ തെരഞ്ഞെടുപ്പിൻ്റെ അധിപൻ. അത് ജില്ലാ കളക്ടറോ സബ് കളക്ടറോ ഒക്കെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ അതുപോലെ ഉന്നത പദവിയുള്ളൊരു വ്യക്തിയെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഫുൾ ചാർജായിട്ട് കൊടുക്കുന്നതാണ്. ഈ റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിൽ വരുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു ബൂത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ആളിനെയാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുക. ഒരു 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 കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മൊത്തം ചാർജ് വരുന്നതാണ് റിട്ടേണിംഗ് ഓഫീസർ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് പോളിംഗ് ബൂത്ത്. അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിരവധി പോളിംഗ് ബൂത്തുകൾ കാണുമല്ലോ. അപ്പോൾ ശരിക്ക് ഹെഡ് ഓഫ് എ പോളിംഗ് ബൂത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പ്രിസൈഡിംഗ് ഓഫീസറാണ്, അണ്ടർ ദി കൺട്രോൾ ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ഇത് വരണാധികാരി. ഇദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് എന്ത് നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക നൽകുന്നു, പിൻവലിക്കുന്നതും. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു വോട്ടിംഗ് നടന്ന് അതിൻ്റെ ഫലം പ്രഖ്യാപനം നടത്തിയാൽ അത് നടത്തേണ്ടതും റിട്ടേണിംഗ് ഓഫീസറാണ്. ഇനി നോക്കൂ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞാൽ തഹസിൽദാർമാരാണ്. രജിസ്ട്രേഷൻ, അത് ഇലക്ഷൻ ലിസ്റ്റിൽ ശരിക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുക, ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ID കാർഡുകൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട വ്യക്തികൾ. ഒരു ഐഡിയ വേണം നിങ്ങളുടെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4 പോസ്റ്റിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിച്ച് അവർക്ക് ട്രെയിനിങ് ഒക്കെ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. ടു ഡിറ്റർമൈൻ ദി കോഡ് ഓഫ് കോണ്ടക്ട് to be observed by the parties and the candidates at the time of election. ഇത് വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റച്ചട്ടം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പെരുമാറ്റച്ചട്ടം. എപ്പോഴാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത്? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൻ്റെ അന്നാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ ഇന്ന് മുതൽ തന്നെ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും, പെരുമാറ്റച്ചട്ടം. അതനുസരിച്ച് മാത്രം പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം വരെ ഈ കോഡ് ഓഫ് കണ്ടക്ട് തുടർന്നു കൊണ്ടേയിരിക്കും. കാരണം പിന്നെ കാൻഡിഡേറ്റ്സ്, രാഷ്ട്രീയ പാർട്ടികൾ, എന്തിന് വോട്ടേഴ്സ് പോലും ഈ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ നമ്മളല്ലേ ഇപ്പോൾ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് പലരും ജാതി, മതം, ദൈവം ഒക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചാൽ കോഡ് ഓഫ് കണ്ടക്റ്റിന് വിരുദ്ധമാണ്. മാത്രമല്ല പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള സർക്കാരിന് പോലും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റില്ല. വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കോഡ് ഓഫ് കണ്ടക്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു ആരാണ്? പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്ന ആരെന്ന് ചോദിച്ചാലും ഇലക്ഷൻ കമ്മീഷനാണ്. നല്ല പോയിന്റുകളാണ്, പഠിക്കണം കേട്ടോ. നോക്കൂ, ടു അഡ്വൈസ് ദി പ്രസിഡന്റ് ഓൺ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റ് അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ നൽകുന്നതും അഡ്വൈസ് നൽകുന്നതും ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് ചോദിച്ചാൽ പാർലമെന്റ് അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, അയോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 102 ആണ്. 102-ാം വകുപ്പിലാണ് പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ പല കാരണങ്ങൾ ഉണ്ടാകാം. പ്രധാനമായിട്ടും ഓൺ ദി ബേസിസ് ഓഫ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് സാധാരണ ഒരു അംഗത്തെ ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല കാരണം. നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷന് കാരണം ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലാതെ തന്നെ കാരണങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹൂം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അല്ല. ഒരു സഭാംഗത്തിന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കാൻ അധികാരമുള്ളത് ആർക്ക് എന്ന് വെച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദാറ്റ് ഹൗസ്. ആ സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ, ആ സഭയുടെ അധ്യക്ഷനാണ്. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് ലോക്സഭ സ്പീക്കർ, ഇൻ ദി കേസ് ഓഫ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ഇൻ ദി കേസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ഓഫ് അസംബ്ലി. അതാണ്, അവർക്കാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ ബേസിൽ ഒരു അംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ അധികാരമുള്ളത്. ഇവിടെ പറയുന്നത് അതല്ല.
ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അതർ ദാൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ അല്ലാതെയും ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഇൻസോൾവൻ്റ് വളരെ പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുമ്പം, ഇനി അൺസൗണ്ട് മൈൻഡ്, ചിലപ്പോൾ ചിത്തഭ്രമം ബാധിച്ചാൽ ആ മെമ്പർക്ക് തുടരാൻ കഴിയില്ലല്ലോ. ഇനി രാജ്യത്ത് നിന്ന് പുറത്തു പോയി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി പൗരത്വം എടുത്താൽ അവൻ്റെ ആ മെമ്പറുടെ അംഗത്വം മാത്രമല്ല ഇന്ത്യൻ പൗരത്വവും നഷ്ടമാകും. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. ഇത് നമുക്ക് പഠിക്കാം. 52ാം ഭേദഗതി പഠിക്കുമ്പോൾ 10ാം ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കിത് പഠിക്കാം. അത് നമ്മൾ അമെൻമെൻറ്റ് പ്രൊവിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വ്യക്തമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ പഠിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് ടു അഡ്വൈസ് ദി പ്രസിഡന്റ് ഓൺ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് അംഗം ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയും. മനസ്സിലൊരു കാര്യം പറയണം, അതർ ദാൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലാതെയുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കാരണങ്ങളാൽ പ്രസിഡന്റാണ് പാർലമെന്റ് അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ ആരുടെ അഡ്വൈസോട് കൂടിയേ പറ്റുള്ളൂ? അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അഡ്വൈസോട് കൂടിയേ പറ്റുള്ളൂ. ഇനി സംസ്ഥാനത്തേക്ക് വന്നാലോ, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളെയാണ് ഇങ്ങനെ നീക്കം ചെയ്യുമെങ്കിൽ അത് ഗവർണറാണ്. അപ്പം ഗവർണർ അഡ്വൈസ് ആരായിരിക്കും? ഇലക്ഷൻ കമ്മീഷണർ തന്നെയാണ്. ടു അഡ്വൈസ് ഗവർണർ ഓൺ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതർ ദാൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ അസംബ്ലിയിലെ ആരായിരിക്കും? അത് അസംബ്ലിയുടെ സ്പീക്കർക്കേ അതിന് അധികാരമുള്ളൂ. അതല്ലാതെയുള്ള കാരണങ്ങൾ ആയിട്ട് അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോൾ ഈ 3 പോയിന്റ് മനസ്സിൽ വെച്ചുകൊള്ളുക. ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം സംസ്ഥാന നിയമസഭയിൽ ഒരു അംഗത്തെ അയോഗ്യനാക്കുന്നത് ആര്? അത് സംസ്ഥാന ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം എന്ന് എടുത്തു പറയുകയാണെങ്കിൽ നിയമസഭാ സ്പീക്കർ. നോക്കൂ, ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലാതെ ഉള്ള കാരണങ്ങളാൽ ഒരു സംസ്ഥാന നിയമസഭാംഗത്തെ നീക്കം ചെയ്യുന്നതായിരുന്നു വെച്ചാൽ ഗവർണറാണ് ഓൺ ദി അഡ്വൈസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഒരു പാർലമെന്റ് അംഗത്തെ നീക്കം ചെയ്യുന്നത് ആരാണ്? അയോഗ്യത കൽപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാൻ, ലോകസഭയിലാണെങ്കിൽ ലോകസഭാ സ്പീക്കർ. ഇനി അതല്ലാതെയുള്ള കാരണങ്ങളായി 2 സഭയിലെയും പാർലമെന്റിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റാണ് ഓൺ ദി അഡ്വൈസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത്രയും ശ്രദ്ധിക്കണേ. ഗുഡ് ബൈ.